ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നർ ഫീലിങ്സ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നാണ്. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിതെപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് കണക്റ്റ് ആവുന്നതാണ്. പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, സോ ഒരു മിനിറ്റ് കണ്ണടച്ചൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. പോസിറ്റീവായിരിക്കുക, പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ടെമ്പറൻസ്, 9 of Swords, King of Wands, 9 of Cups, King of Cups, 3 of Wands, 8 of Pentacles, Ace of Pentacles, 6 of Wands and 4 of Swords. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നിരിക്കുന്നത് 3 of Pentacles. സോ ഫസ്റ്റ് കാർഡ് നമുക്ക് ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. അത് ആ ഒരു ഇമോഷണൽ ബാലൻസ് അവർ ഇപ്പോൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഈക്വൽ എഫേർട്സ്, അവർ ഫീലിങ്സൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒരു സമാധാനപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും അവരിപ്പോൾ കറൻ്റ്ലി ആലോചിക്കുന്നുണ്ട്. ആൻഡ് സെക്കൻഡ്ലി നമുക്ക് 9 of Swords വന്നിട്ടുണ്ട്. സോ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ പാർട്ട്ണർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ആങ്ഷ്യസ് ആണ്, ഇമോഷണൽ പെയിൻ അനുഭവിക്കുന്നുണ്ട്, ഓവർ സ്ട്രെസ്ഡ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ ഇത്രയും സ്ട്രെസ്സ് അവർ അനുഭവിക്കുന്നത് എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് കിങ് ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. സോ അതെന്ന് പറയുന്നത് ഈ ഒരു ആങ്ഷ്യസ് ആണെങ്കിൽ കൂടിയും അവർക്ക് തീരുമാനങ്ങൾ എടുത്ത് അല്ലെങ്കിൽ അതിന് വേണ്ട എന്ത് കാര്യമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി ചെയ്യേണ്ടത് അത് ചെയ്യാൻ അവർ തയ്യാറാണ്, അല്ലെങ്കിൽ അത് അവർ ചെയ്യുമെന്നുള്ളതാണ് കാണുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 9 of Cups വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ ഹാപ്പിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങളുമായിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ അവരിപ്പോഴും ആലോചിക്കുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ മെമ്മറൈസ് ചെയ്യുന്നുണ്ട്, അതിലൊക്കെ അവർ ഹാപ്പിയാണ് എന്നുള്ളതാണ് 9 of Cups നമുക്ക് കാണുന്നത്. നെക്സ്റ്റ് കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ അവിടെ നിങ്ങളോട് നിങ്ങളുടെ പാർട്ട്ണറിനുള്ള ഒരു ഡീപ്പ് ഇമോഷനാണ് കാണാൻ പറ്റുന്നത്. ബട്ട് അവർ അത് കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ആ ഒരു ഇമോഷൻസ് ഹൈഡ് ചെയ്യുന്നു എന്നുള്ള അർത്ഥം. നെക്സ്റ്റ് നമുക്ക് 3 of Wands വന്നിട്ടുണ്ട്. സോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ആ ഒരു പാർട്ട്ണറിന് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. സോ അതിന് വേണ്ടിയിട്ട് ഇനിയൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുമെന്നുള്ളതാണ്. അതായത് അവർ ആ ഒരു റൈറ്റ് മൊമെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നടത്തുന്നുണ്ട് ആൻഡ് ആക്ഷൻസ് അവർ എടുക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് 8 of Pentacles ആണ് വന്നിരിക്കുന്നത്. സോ അതെന്ന് പറയുന്നത് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എഫേർട്സ് ഇടാൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും ഒക്കെ അവർ തയ്യാറാണ് എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് Ace of Pentacles ആണ്. അതായത് ആ ഒരു പുതിയൊരു ബിഗിനിങ്, നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റിയൂണിയന് വേണ്ടിയിട്ടും പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടിയിട്ടും അവർ ആലോചിക്കുന്നുണ്ട്. ഒരു ഡീപ്പർ കമ്മിറ്റ്മെൻറ്റ് വയ്ക്കാൻ അതിനെക്കുറിച്ചുള്ള തോട്ട്സൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് 6 of Wands വന്നിട്ടുണ്ട്. 6 of Wands നമുക്കൊരു പോസിറ്റീവ് സൈനാണ് കിട്ടുന്നത്, അതായത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആകും എന്നുള്ളത്. സോ എത്രയും വേഗം ഒരു റിയൂണിയൻ സംഭവിക്കും, നിങ്ങളുടെ പാർട്ട്ണർ തന്നെ ആക്ഷൻ എടുക്കും എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 4 of Swords ആണ് വന്നിരിക്കുന്നത്. അതായത്
കറൻ്റ്ലി നിങ്ങളുടെ പാർട്ട്ണർ ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ്സിലൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ പാർട്ട്ണറിന് കുറച്ച് ബ്രേക്ക് വേണം. കാരണം അതിൽ നിന്നൊക്കെ ഒന്ന് ഹീലാവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒന്നും കൂടെ ആലോചിച്ച് ഹീലായി വന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് ആക്ഷൻസ് അവർ എടുക്കുമെന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അതായത് അവർ ആഗ്രഹിക്കുന്നത് അതാണ്, ഒന്നും കൂടി ഈ ഒരു റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്യണം, ഒരു ഫ്രഷ് സ്റ്റാർട്ട് കൊണ്ടുവരണം. ആൻഡ് ഈക്വൽ എഫേർട്സ്, രണ്ട് സൈഡിൽ നിന്നും ഈക്വൽ എഫേർട്സ് വേണം എന്നുള്ളതാണ് ഈ ഒരു റീഡിങ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ പാർട്ട്ണറിന് ഒരു ഡീപ്പ് ഇമോഷൻ അല്ലെങ്കിൽ കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങളുടെ പാർട്ട്ണർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ ഒരു ഇമോഷണൽ ഫീലിങ്സ് നമുക്ക് 9 ഓഫ് കപ്സ് എന്നും കിങ് ഓഫ് കപ്സ് എന്നും കിട്ടുന്നുണ്ട്. പക്ഷേ കറൻ്റ്ലി അവർ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ടെൻസ്ഡ് ആണ് എന്നുള്ളത് നമുക്ക് 9 ഓഫ് സ്പോർട്സും അതുപോലെ തന്നെ 4 ഓഫ് സ്പോർട്സിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. ആൻഡ് അവർ ഫ്യൂച്ചറിനെ കുറിച്ച് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ട ആക്ഷൻസ് എടുക്കും എന്നുള്ളതും നമുക്കിവിടെ കാണാം. അവർക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവരായിട്ട് തന്നെ ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമിന് ശേഷം, അവരൊന്ന് ഹീലായതിന് ശേഷം ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ടൊന്ന് തിങ്ക് ചെയ്തിട്ട് അവർ തന്നെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതാണ്. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സക്സസ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആ ഒരു പേഴ്സണ് സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് ചിന്തിക്കാനുള്ള ടൈം കൊടുക്കുക, അവർക്ക് ഹീലാവാനുള്ള ടൈം കൊടുക്കുക. സോ അതിന് ഒരു പെർട്ടിക്കുലർ ടൈമിന് ശേഷം അവർ തന്നെ നിങ്ങളിലേക്ക് വരികയും പുതിയൊരു തുടക്കം നിങ്ങളുടെ ഒരു ലവ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് എന്തെല്ലാം ക്ലൂസാണ് ഉള്ളത് എന്ന് നോക്കാം. കമ്മിറ്റ്മെൻറ്റ്, January, spend quality time, 5, 4, challenges, long distance, few months, W, (14), yes, 28, 15, communicate openly, 17, express feelings, Sunday, D, 7, 24, listen actively, 20, 3, 30, Q, April, February, 31, March,
18 December, I October, November. സോ നമുക്ക് ഇത്രയും ക്ലൂസ് ആണ് വന്നിരിക്കുന്നത്. ഇന്നത്തേത് ഓവറോൾ ഒരു പോസിറ്റീവ് റീഡിംഗ് ആയിരുന്നു. സോ ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. റെസനേറ്റ് ആയിട്ടുള്ളത് മാത്രം എടുക്കുക. ആൻഡ് നിങ്ങൾക്കിത് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക, ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.